എടാ ദേവാ, നീ അങ്ങട്ട് നിറം കെട്ട് പോയ പോലെയാ അമ്മയ്ക്ക് തോന്നണേ. ദൈവത്തിന്റെ സ്വന്തം വീടായ ഈശ്വരമംഗലത്തെ ഔഷധ കാറ്റും കൊണ്ടിരിക്കുകയല്ലമ്മേ അവിടെ. നിറം മാത്രല്ല, എന്താ പറയാ, ആ ആത്മചൈതന്യം അത് തന്നെ കെട്ടു. നഗരം മനുഷ്യന് ജീവിക്കാനുള്ളതല്ലമ്മേ, മരിക്കാനുള്ളതാ. ബോംബെ മഹാനഗരത്തിലെ മലിന വായുവിലല്ലേ ഈ തടി. ഓ, തുടങ്ങി അവൻ. മോളെ കല്യാണി, ബാഗ് എടുത്തോളൂ. ദൈവത്തിന്റെ സ്വന്തം വീടായ ഈശ്വരമംഗലത്തിന്റെ അകത്തളത്തിലേക്ക് വലത് കാല് വെച്ച് കയറിക്കൊള്ളൂ. വേണ്ട ദേവാ, കൃഷ്ണൻ. കൃഷ്ണനോ വിഷ്ണുവോ ബ്രഹ്മാവോ നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം. മോളായിട്ടോ കല്യാണി, കൃഷ്ണ ഹരേ കൃഷ്ണ. ഒന്ന് ഷോക്കായി ഇല്ലടാ? ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോനെ. മനുഷ്യന്മാർക്ക് മാറാതെയും നേരം വേണല്ലോ. അത് മനുഷ്യന്മാർ. നമ്മൾ ദേവനും കൃഷ്ണനുമല്ലേ, നമ്മൾ എന്തിനാ മാറണത്? ഹലോ. ഓ, തീരെ സിഗ്നൽ ഇല്ല. ഒരു കണക്കിന് നന്നായി. നീ ജന്തുവിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ. ഇതാ, ഞാൻ പോണ വരെ ഈ കുന്ത്രാണ്ടം വല്ല പത്തായത്തിലും കൊണ്ട് പൂട്ടി വയ്ക്കും. ഇനി ഇതങ്ങോട്ട് മിണ്ടണ്ട. അമ്മേ, എല്ലാരും എത്തിന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ തൊഴാൻ പോയിരിക്കാം. നീ വരാൻ വൈകിയില്ലേ? എന്റെ ഗുരുവായൂരും കാശിയും രാമേശ്വരം ഒക്കെ ഇവിടെ തന്നെയാ. ആദ്യം എനിക്ക് ഈ കോലം കെട്ട കോലമൊക്കെ അഴിച്ചു പറ്റി ദൂരെ നമുക്ക് കുഞ്ഞിനെ വിളിക്കാം. ന്യൂ ബോംബെ സലൂൺ. എക്സലന്റ് ഐഡിയ. എന്നിട്ട് വേണം എന്റെ കൃഷ്ണനെ പോലെ ഒരു പച്ച മനുഷ്യനായിട്ട് ഇവിടൊക്കെ ഇങ്ങനെ ഒന്ന് പറന്ന് നടക്കാം. നീ ഇവൻ സംസാരിക്കില്ല. ഗിരിജ മരിച്ചപ്പോഴേ വിചാരിച്ചു തുടങ്ങിയത് ബോംബെ വിടണമെന്ന്. മോടെ പടുത്ത് ഓർത്ത നിന്ന് ആയുസിന്റെ നല്ലൊരു ഓഹരി ഒരു മഹാനഗരം വീതിച്ചെടുത്തിടും. അല്ലെങ്കിൽ ആ നഗരം തിന്ന് തീർത്തു. ഇത്രയും വലിയ ജോലിയൊക്കെ അവിടെ ഉള്ളപ്പോ എന്റെ കാലശേഷവും ടൈംസ് ഓഫ് ഇന്ത്യയും ആ ജോലിയൊക്കെ അവിടെ തന്നെ കാണും. എനിക്ക് പകരം ആ കസേര വേറൊരാൾ. 2-2.5 കൊല്ലം കൂടെ. അത് കഴിഞ്ഞാൽ ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ ഈ നിലാവും കണ്ട് ഇങ്ങനെ കിടക്കണം. നിലാവും കണ്ട് കിടന്നാ പോരാ, നിലാവിനോടെ വർത്തമാനം പറയണം. എവിടുന്നാ കൃഷ്ണ ഒരു നാടൻ പാട്ട്? അത് ദേവേട്ടൻ ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് ആരും കയറാത്ത മരത്തുമ്മൽ കൊരങ്ങനെ പോലെ ഓടിക്കയറുന്ന വേലായുധനെ. ഒരിക്കൽ മരത്തുമ്മ കയറാൻ നേരത്ത് ദേവേട്ടൻ അവന്റെ കീറട്ട് ഹൗസിന്റെ മൂട്ടില് വാല് പോലൊരു സാധനം വെച്ചു കൊടുത്തു. അവനത് അറിഞ്ഞിരുന്നില്ല. കുട്ടികൾ അവനെ കൊരങ്ങെന്ന് വിളിച്ചു. പിന്നീട് അവന്റെ പേര് അതായില്ലോ. വേലായുധൻ. അവനിപ്പോ പ്രാന്ത കുറക്കാലായി. അതെന്തേത് ആർക്കറിയാം? മനുഷ്യന്മാർക്ക് എന്തിനാ പ്രാന്താവണത്, മനുഷ്യന്മാരെന്തിനാ മരിക്കണത്, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാരെന്തിനാ ജനിക്കണത്, എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ആ വേലായുധനാ പാടണേ. അതിരിക്കട്ടെ, നിന്റെ പാട്ടൊക്കെ എന്തായി? ഇങ്ങനൊക്കെ കൂടുമ്പോ ഒരു പാട്ട് പതിവുള്ളതല്ലേ? അതെ, കഴിഞ്ഞ കർക്കിടകത്തിലെ മലവെള്ളത്തിൽ ഒലിച്ചുപോയി. എന്നാലും വിത്തിന് വെച്ചത് ഒരിത്തിരി നിന്റെ മനസ്സിന്റെ തട്ടം പുറത്ത് കാണുമല്ലോ. അത് പെരിച്ചാഴി കാരണം അതിന്ന് ഒരിത്തിരി. അപ്പൊ നോക്കൽ, ഞാൻ റെഡി. കോലത്തൊരു ഉത്സവം തന്നെ ആയിരിക്കില്ലേ ഇപ്പോ? പൂരം അല്ല, 1-ാം നമ്പർ തൃശ്ശൂർ പൂരം. നീ എല്ലാരും കൂടെ പിരിയണ നേരത്ത് ഒരു ഗംഭീര വെടിക്കെട്ടൂടെ ഏർപ്പാടാക്കിയ ജോറായി. അല്ല കൃഷ്ണേട്ടാ, ദേവേട്ടൻ തമ്പുരാനോട് പറഞ്ഞ് എനിക്ക് ബോംബെയിൽ വലിയ ബാർബർ ഷാപ്പിൽ ഒരു പണിയാക്കി തരുന്നു. എന്തിനത്? ഇവിടെ ഉള്ളവരുടെ എല്ലാം തലയിൽ പുല്ലാ മുളയ്ക്കണേ മുടിയല്ലേ? ഇവിടെ ഈ ലോക്കൽ തരകളല്ലേ, അവിടെയുമ്പോ അമിതാഭ് ബച്ചന്റെ വരെ മുടി വെട്ടല്ല. ഈ സിനിമാ നടന്മാരെ മുടിയൊക്കെ മുടിയാന്ന് വിചാരിച്ചിരിക്കാ നീ? അതൊക്കെ വെപ്പല്ലേ കുഞ്ഞ. അതങ്ങനെ വെട്ടാനും മുറിക്കാനൊന്നും പറ്റില്ല. കണ്ടാ തോന്നും മുടിയാന്നൊക്കെ. എവിടെ ഒക്കെ ക്യാമറ ട്രിക്കല്ലേ. അല്ല കൃഷ്ണ. അല്ല കൃഷ്ണല്ലേ, വെറും കൃഷ്ണൻ. വെറും കൃഷ്ണ. എന്തേലും വേട്ടെ, കാര്യം പറയും. അല്ലടോ, വലിയോർമ്മ പുറത്തേക്കൊന്നും ഇറങ്ങണില്ലേ?
ഞാൻ ഇന്നലെ പഠിക്കല് വരെ വന്നു. കണ്ടു ഏണ്ടി വല്ല നോക്കണ കണ്ടു. എന്തേ കയറി വരാൻ ഞാൻ? അതിന് നീ ആ മറത്ത് മരം പോലെ നിക്കല്ലേ? ഇല്ലെങ്കിൽ വളച്ചോണ്ട് പോവില്ലേ വല്യച്ഛനെ? ഞങ്ങള് ചങ്ങാതിമാരല്ലടോ, കാണാനൊരാശ ഉണ്ടാവില്ലേ? തിരക്കൊഴിയുമ്പോ ഒന്ന് വന്ന് കണ്ടുപോയിക്കോളൂ. ഓ, ഞാൻ പറയാൻ വല്യച്ഛനോട്. വലിയ ഉപകാരം. ഒരു ലോയം പറച്ചില് 2 ശ്ലോകം, ഓ. ഒരു 4 ചുവട്, അത്രേ പാടുള്ളൂ. ഇതില്ല. ഇല്ല. കൃഷ്ണേട്ടാ, എത്തിയോ മാളു? ഞാൻ കരുതി ഇനി സ്വീകരിക്കാൻ ആ പഠിപ്പുരകിൽ വന്ന് കാത്തു നിൽപ്പുണ്ടാവുന്നു. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുക. ദാ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് കുളിയും പാസാക്കി കാത്തു നിക്കണമെന്ന് വിചാരിച്ചത് തന്നെയാ. ഇത്ര നേരത്തെ എത്തുമെന്ന് ഞാൻ കരുതിയോ? ഡൽഹിന്ന് വിമാനം ഇങ്ങോട്ട് എത്താൻ 2 ദിവസമൊന്നും വേണ്ട കൃഷ്ണ. നീ ചന്തക്ക് പോണ പോലെ അല്ല ഇത്. ഓ, എന്താ സുഖമല്ലേ? സുഖം. മൂപ്പര് വന്നില്ലേ? തിരക്ക്. നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് മുഴുവനാവുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു പുസ്തകത്തിൽ ഞങ്ങളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് കുട്ടിയോട് പറഞ്ഞു. വേറെ എന്താ ഞാൻ എഴുതും നിങ്ങളെ പറ്റിട്ടൊക്കെ അല്ലാതെ. വരുന്നില്ലേ? നിങ്ങൾ ചെന്നോ, ഞാൻ ദാ എത്തി. അവൻ അതൊക്കെ ചുമന്ന് മേലല്ലെങ്കിൽ നടന്നെങ്കിലേ തൃപ്തിയാവും. മാങ്ങ ഉപ്പും കൂടി തിന്നണമെന്നാ കുട്ടികൾ തിന്നു തീർക്കല്ലേ? വലിച്ച പല്ലില്ല, അങ്ങനെ അങ്ങടെ അകത്ത് പോവും. എന്റെ മുഖം പത്രത്തിലും ടിവിയിലും അല്ലാതെ കണ്ട കാലം മറന്നല്ലോ കുട്ടിയെ. അത് ശരി, ഇവിടെ വന്നപ്പോ ദേവയുടെ നിലത്തൊന്നും അല്ലല്ലേ? ഏട്ടൻ എല്ലാം മറന്ന് ജീവിക്കുക മോളെ. കുറച്ചു ദിവസമായിട്ട് കള്ളക്കച്ചവട സാഹിത്യ പത്രപ്രവർത്തനത്തിന് തൽക്കാലം വിട. അമ്മേ, സരസ്വതി തമ്പുരാട്ടി തടിച്ചു അല്ലേ ചേച്ചി? നിനക്ക് ഈ ഒരു ബാഗേ ഉള്ളൂ. ഈശ്വരമംഗലത്തുനിന്ന് മാള് പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ അമ്മേ. ഒക്കെ ഇവിടെ തന്നെയില്ലേ? അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സുഖം തോന്നിയില്ല. മാളുവിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലാത്ത? യാത്രക്ഷീണം കൊണ്ട് തോന്നിയതോ? ഡൽഹിന്ന് നടന്നല്ലോ, വിമാനത്തിലല്ലേ വന്നത്. കുട്ടികളും കുടുംബക്കാരും കൂട്ടക്കാരും ഒക്കെ ആയിട്ട് ഒരു ജാഥയ്ക്ക് ആളുണ്ടല്ലോ ഇവിടെ. അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക, മനസ്സ് തുറന്ന് ചിരിച്ച് കളിച്ച് സന്തോഷിക്കുക. എന്തേ എന്തൊരാർത്തിയടി ഇത്? കൊറേ നാളെ ചേച്ചി ഈ രുചി അറിഞ്ഞിട്ട്. ഇന്ന് പുലർച്ചെ മുതൽ ഒന്നും കഴിച്ചില്ല. പിന്നെ ഫ്ലൈറ്റിലെ വഴിപാട് പാക്കറ്റ് അത് ഞാൻ തുറന്നേ നോക്കില്ല. അല്ലെങ്കിൽ ആകാശത്തിരുന്ന് വല്ലതും കഴിക്കാൻ തോന്നുവോ? പേടിയാവില്ലേ? ഞാനിതുവരെ പ്ലെയിനിൽ കയറിയിട്ടേ ഇല്ല. അമ്പിക ചെറിയമേ, കൃഷ്ണേട്ടന്റെ ആ സ്പെഷ്യൽ കടുമാങ്ങ കാണില്ലേ? ഒന്ന് നോക്കിയേ. ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കൃഷ്ണൻ, നാളത്തേക്ക് റെഡിയാകുമായിരിക്കും. എല്ലാരും നിൽക്കുമ്പോ ഒരു മാനേഴ്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കുക അല്ലേ മാളവിക? അതിന് മാളവിക എന്തിനും വേറെ ആരെയും നോക്കാറില്ലല്ലോ. തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യുക, എന്നിട്ട് അതൊക്കെ വിളിച്ചു പറയാ. കഥാ നോവൽ എന്നൊക്കെ ഒരു ഓമന പേരും. അതുകൊണ്ട് എന്തായി? കുടുംബത്തിന് ആകെ ചീത്തപ്പേരുണ്ടായി. ഇക്കഴിഞ്ഞ ഏതോ ഒരു ഓണപ്പുറപ്പിലുണ്ടായല്ലോ. ആ, ഞാനിതൊന്നും വായിക്കാറില്ല. വായിക്കാതെ പിന്നെ എങ്ങനെയാ നല്ലതോ കെട്ടതോന്നറിയാ? നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ വെറും കഥകളല്ലേ രേണു? കഥാന്നേ എഴുതണവര് പറയണ പേരാ. വായിക്കണവർ അതൊക്കെ കാര്യമായിട്ട് എടുക്കുക. അങ്ങനെ എടുക്കുകയും ചെയ്തു ഈശ്വരമംഗലത്തെ കഥകള്. മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എന്തിനാ അമ്മേ വെറുതെ അടുത്തു? പേര് കേട്ട തറവാട്ടിന്ന് വലിയ പഠിപ്പ് ഉദ്യോഗമുള്ള ആള്, എല്ലാവർക്കും ഇഷ്ടായി അന്ന്. മോളുടെ ഭാഗ്യാന്ന് അമ്മയും കരുതി. എന്നിട്ടിപ്പോ എനിക്കതിന് വിഷമൊന്നുമില്ല അമ്മേ. ഇപ്പൊ ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്, വെറുതെ എന്തിനാ കണ്ണി കണ്ട നാട്ടിലൊക്കെ പോയി കിടക്കണത്? എംബസിയിലെ ജോലിയും മണ്ണാങ്കട്ടയൊക്കെ പോണ വഴിക്ക് പോട്ടെ. ഞാനിനി പോകാതിരുന്നാലോ അമ്മേ? നേരെ ഒരുപാടായി. ഇനി കഥകളൊക്കെ പിന്നെ പറയാം. ആള് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. കുട്ടികൾ ആരോ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ട്, മാറ്റി കിടത്തണം. വേണ്ട, ഞാനിന്ന് എന്റെ അമ്മയുടെ കൂടെ. ആയിക്കോട്ടെ. എല്ലാ മുറിയിലും ലൈറ്റ് തെളിച്ചിട്ടിരിക്കുക. ആവശ്യം കഴിഞ്ഞ് കെടുത്താൻ പറഞ്ഞാൽ കെടുത്തില്ല. കറണ്ട് ബില്ല് ചുമക്കാൻ ചുമട്ടുകാരെ വിളിക്കേണ്ടി വരും. എന്തെങ്കിലും ആയിക്കോട്ടെ, കുറച്ചു ദിവസത്തെ കാര്യല്ലേ, നീ ആയിട്ടൊന്നും പറയണ്ട. ഞാനൊന്നും പറയുന്നില്ല, അവരെയും കൂടെ മുതലല്ലേ. ജനാർദ്ദനൻ ചെറിയച്ചന്ത ഇവിടെ? അല്ല, നീ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയെന്ന് കരുതി ഇറങ്ങിയതാ.
കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം. നീ ഉറങ്ങി വേണ്ട, ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ മുട്ടാൻ മാത്രം കൃഷ്ണൻ എവിടെ ചെറിച്ച ബുദ്ധിയൊക്കെ നിങ്ങൾക്കല്ലേ? ആ ബുദ്ധി മുട്ടാണ്ടിരുന്നാ മതി. നീ എന്താ ഒരുമാതിരി? ഇത്തിരി പോന്ന കാലം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ നിങ്ങളുടെ ചുറ്റിക്കളി. നടന്നോളൂ, നല്ല തണുത്ത വെള്ളം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഇനി പോത്തെ കഥ കടച്ചിട്ട് കിടന്നുറങ്ങിക്കൂടെ? ജോക്കർ എങ്ങാനും ഒരു തീപ്പൊരി എവിടെയും വീണ അനർത്ഥം. ഒന്നാമത് ഐശ്വര്യം കൊണ്ടൊരു കളി, വീട്ടിനകത്ത് പാടില്ലാത്ത കാര്യം. അത് നട്ടപ്പാതിലേക്ക് നിങ്ങൾക്ക് ആർക്കും ഉറക്കില്ലേ? തനിക്ക് ഉറങ്ങാൻ നേരം വാങ്ങി പോയി ഉറങ്ങണോ? ഇയാൾ പറഞ്ഞിട്ട് ഉറങ്ങാൻ ഞങ്ങൾ എന്താ കുട്ടികളോ? ആലമാമേ, നിങ്ങളുണ്ടോ ഇതിനകത്ത്? ഇതൊക്കെ ഒരു മൂടില്ലേ കൃഷ്ണ? മുടങ്ങാതെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കണ കൃഷ്ണന്റെ അമ്പലന്റെ അപ്പുറത്ത് ഈ തറവാട് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുന്ന ഭഗവാന്റെ തലയിൽ കയറി ഇരുന്നിട്ട് വേണോ കള്ളും കഞ്ചാവും കോഴിയൊക്കെ? തൊട്ടപ്പുറത്ത് സന്ധ്യക്ക് തിരികൊടുക്കുന്ന അച്ഛന്റെ അസ്ഥിത്തറ. നമ്മൾ അങ്ങോട്ട് കാണില്ലേലും ഇങ്ങോട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വന്നവർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. എന്നാലും വിശ്വാസമുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. മതി കുടിച്ചതും കളിച്ചതും ഒക്കെ. പോയിക്കൊണ്ട് തുടങ്ങിക്കോളും. എന്താ ഇത്? അടിക്കിയ കുട്ടികളെ. അയ്യേ, അപ്പൊ അവന്റെ കൈ പൊങ്ങിയതോ? നീ ഇപ്പൊ കൈവച്ച് ആരെന്നറിയോ? നിനക്ക് അറിയുമെന്ന്? അറിയാലോ, കുട്ടികൾക്കൊക്കെ അറിയാം. ജോലിക്കാരനൊന്നും തല്ലി, അതിനെന്താ? അതിനവൻ അവകാശമില്ലേ? നിക്കത് നല്ലതാ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിനെ കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ കണക്കില്ലാത്ത കാശ് വിമാനക്കൂലിയും കൊടുത്ത് കണ്ടെത്താത്ത ദൂരത്ത് വന്ന കുട്ടിയാ. അവന്റെ അടുത്താ ഈ മണ്ടങ്കണാരൻ കറണ്ട് ബില്ലിന്റെ എച്ചി കണക്ക് പറയണേ. 4 കോഴിയുടെ കാലും 2 സീസറിന്റെ കുറ്റിയും. അത് അങ്ങോട്ട് വൃത്തിയാക്കേണ്ട കാര്യമില്ല എനിക്കുള്ളൂ. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ. പഠിക്കാൻ ചെറുപ്പത്തില് തടി വേദനയുടെ തരത്തിലുള്ള അടിയൊന്നും കിട്ടിയിട്ടില്ല. തന്റെയും തടയില്ലാത്ത കുട്ടിയിലെന്ന് വിചാരിച്ചു. ഇവിടുത്തെ അച്ഛനും അതെ, അമ്മയും അതെ. ഇപ്പൊ കിട്ടി തുടങ്ങി. ഇനി നന്നാവും. നല്ലതാ. എനിക്കൊന്ന് കണ്ണു തെളിയാൻ ഇത് നല്ലതാ ദേവേട്ടാ.